ഇന്ന് 1201 വൃശ്ചികമാസം 4-ാം തീയതി വ്യാഴാഴ്ച, അതായത് 2025 നവംബർ മാസം 20-ാം തീയതി. ഇന്നത്തെ ദിനവും അമാവാസിയാണ്, ഉച്ചയ്ക്ക് 12:20 വരെ. പക്ഷേ വളരെ സൂക്ഷ്മമായി പരിശോധിച്ചതിൽ നിന്നും അമാവാസി ബുധനാഴ്ച കഴിഞ്ഞു. ഇന്ന് അമാവാസിയാണ്. കാരണം അസ്തമനത്തിന് മുമ്പ് 6 നാഴിക കിട്ടണം. തദ്ദിനെ ശ്രാദ്ധാദി കർമ്മങ്ങൾ എന്നാണ്. ഇന്ന് വൈകിട്ടാണെങ്കിൽ 6 നാഴിക കിട്ടില്ല. 12:20 ആകുമ്പോഴേക്ക് കഴിഞ്ഞു. അതിനാൽ ഇന്നും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പിതൃക്കളുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളിലും വ്യാപരിക്കാം. ക്ഷേത്രങ്ങളിൽ പോകട്ടെ, പിതൃകർമ്മങ്ങൾ ചെയ്യട്ടെ. ഏത് ദിവസവും പിതൃകർമ്മം ചെയ്യാം. പക്ഷേ കർത്തഭാവിനി ചെയ്യുന്ന പിതൃകർമ്മങ്ങൾക്ക് മേന്മയുണ്ട്. അപ്രകാരം മകൻ നക്ഷത്രത്തിൽ പിതൃകർമ്മം ചെയ്യുമ്പോൾ മേന്മയുണ്ട്. കാരണം മകത്തിൻ്റെ അധിദേവത ആരാകുന്നു? മകൻ നക്ഷത്രത്തിൻ്റെ അധിദേവത പിതൃക്കളാകുന്നു. ഇന്നത്തെ ദിനം വ്യാഴാഴ്ചയാണ്, ശുഭദിനമാണ്. സൂര്യോദയം തൃശ്ശൂരിൽ 6:25, അസ്തമയം വൈകിട്ട് 6:53. ഇന്നത്തെ രാഹുകാലം 1:30 മുതൽ 3 മണി വരെയുള്ള സമയം വ്യാഴാഴ്ച. ഇന്നത്തെ നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. 11:10 വരെ വിശാഖം നക്ഷത്രമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നല്ല ശക്തമായ അനിഴം നക്ഷത്രമായി. എങ്കിലും കറുത്ത വാവായ ഈ ദിവസം വിശാഖം നക്ഷത്രം വിശേഷിച്ച് ഒരു നന്മകളൊന്നും ചെയ്യാത്തൊരു നക്ഷത്രമാണ്. ഒരു മുഹൂർത്തത്തിലും വിശാഖ നക്ഷത്രത്തെപ്പറ്റി സജീവമായി ചർച്ച ചെയ്തിട്ടില്ല എന്ന് അറിയുക. അനിഴം വളരെ ശുഭകരമായ നക്ഷത്രമാണ്. നാളെ വെള്ളിയാഴ്ച അനിഴം നക്ഷത്രം വരുമ്പോൾ നമുക്ക് എല്ലാ ശുഭകാര്യങ്ങളും ചെയ്യുവാനുള്ള അനുകൂലമായ അന്തരീക്ഷം സംജാതമാകുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു ഇന്നിനെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിർബന്ധമായും നിങ്ങൾ കാലത്ത് തന്നെ വിശാഖം നക്ഷത്രത്തിൽ തുളസിമാല, പാൽപ്പായസം, സുദർശന പുഷ്പാഞ്ജലി ഭഗവാനായി സമർപ്പിക്കുക. അപ്രകാരം തന്നെ നാരായണ കവചം, വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ക്ലേശങ്ങളൊക്കെ മാറി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സമൂലമായ നല്ലൊരു മാറ്റത്തിൻ്റെ ആരംഭമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.